ഈ 3 ദിവസം ഒരു പ്രത്യേക ചിന്ത, ടോപ്പിക് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ചിന്ത നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ വീക്ഷിക്കുമ്പോൾ നമ്മളെ നോക്കി ഹൃദയത്തിൽ പോകുന്ന ഒരു ചിന്ത ഇതായിരിക്കുമെന്ന് ഞാൻ അനുമാനിക്കുകയാണ്, ഇമാജിൻ ചെയ്യും. ഇനിയും അധികം, ഇനിയും ഇതിലും വലുത്, സംതിങ് ഗ്രേറ്റർ, സംതിങ് മോർ അനുഭവിക്കാമല്ലോ. എന്തുകൊണ്ട് പരിമിതമായ ലെവലിൽ അവർ മുന്നോട്ട് പോകുന്നു? When they can enjoy the abundant Christian life, why they go on and are satisfied with a mediocre Christian life? സാധാരണ ജീവിതം. വിശ്വാസികളാണ്, ദൈവമക്കളാണ്, അനേക അനുഭവങ്ങൾ പറയാനുണ്ട്. നമ്മൾ പാടിയ പാട്ട് പാടാൻ കഴിയാത്ത ഒരു വിശ്വാസിയില്ല. ഇത്രത്തോളം യഹോവ നടത്തിയത് ഓർത്ത് ഇന്നയോളം ഞങ്ങളെ നടത്തി. യേശു നല്ലവൻ എന്ന് പറയുമ്പോൾ ആമേനെന്നല്ലാതെ ആരും ഇവിടെ പറയത്തില്ല. എന്നാൽ കർത്താവ് പറയുന്നു, ഇതിനപ്പുറത്ത് there is something more. ആ ഒരു ജീവിതത്തിലേക്ക് ഈ ദിവസങ്ങളിൽ ദൈവം തമ്പുരാൻ ആഹ്വാനം ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് ദൈവത്തിന്, ദൈവസഭയോടുള്ള ദൂത്, നമ്മോടുള്ള ദൂത്, എന്നോടുള്ള ദൂത്. അതുകൊണ്ട് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കുവാൻ ദൈവവചനമാണല്ലോ ഏറ്റവും നല്ല മാധ്യമം. ദ വേർഡ് ഓഫ് ഗോഡ്. അതാണ് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നത്, നമ്മുടെ ജീവിതത്തെ തിരുത്തുന്നത്, നമ്മുടെ ജീവിതത്തെ സൗഖ്യമാക്കുന്നത്, നമ്മുടെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ പോവുകയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ 46 മുതൽ 52 വരെയുള്ള വളരെ പരിചിതമായ ഒരു വേദഭാഗം. കുരുടനായ ബർത്തിമായിക്ക് കാഴ്ച കിട്ടിയ ചരിത്രം. ചെറുപ്പം മുതലേ പഠിച്ചിട്ടുള്ള കഥയാണ്. സൺഡേ സ്കൂൾ മുതൽ നമുക്ക് ആ സംഭവം വേണമെങ്കിൽ ഉദ്ധരിക്കാൻ കഴിയും. സിനോപ്റ്റിക് ഗോസ്പൽ 3 സുവിശേഷത്തിലും, മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ 3 സുവിശേഷത്തിലും ഈ കഥ, ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പം വ്യത്യാസം ആ ചരിത്ര രേഖപ്പെടുത്തിയപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വളരെ പരിചിതമാണെങ്കിലും ദൈവവചനത്തിന് എപ്പോഴും പുതുമയുണ്ട്. There is something new in the word of God. അതുകൊണ്ട് ദൈവവചനം വരുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലേക്കൊരു പുത്തൻ ദൂതായി ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ വായിക്കുന്നു. അവർ യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തീമായിയുടെ മകൻ ബർത്തിമായി എന്ന കുരുടനായൊരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസ്രായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിക്കാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്ന് അവനെ വിളിക്കുവേൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു. കുരുടനെ വിളിച്ചു. അവൻ തന്റെ പുതപ്പിട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റെബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോകുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. യാത്രയിൽ അവനെ അനുഗമിച്ചു. പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനത്തെ വാഴ്ത്തി തരണേ. അടിയന്റെ യാത്രത്തെ ശക്തീകരിക്കുകയും ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യണം. ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ഈ പാസേജ് എടുത്തപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് കേട്ട ഒരു ഇംഗ്ലീഷ് പാട്ട് ഓർമ്മ വന്നു. പാടാൻ ഞാൻ ശ്രമിക്കത്തില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമാണ്. എൻ്റെ വരികൾ ഞാൻ പറയാം. One sat alone beside the highway begging. His eyes were blind, the light he could not see. He clutched his rags
and shivered in the shadows. Then Jesus came and made the darkness flee. When Jesus comes, the tempter's power is broken. When Jesus comes, the tears are wiped away. He takes the gloom and fills the life with glory. For all is changed when Jesus comes to stay. When Jesus comes, the tempter's power is broken. When Jesus comes, the tears are wiped away. He takes the gloom and fills the life with glory. For all is changed when Jesus comes to stay. പാടുന്നില്ലെന്നാ പറഞ്ഞ പക്ഷേ ആ വരികൾ പറഞ്ഞപ്പോ പാടണമെന്ന് അങ്ങ് ഇൻസ്പിറേഷൻ തോന്നി. All is changed when Jesus comes to stay. എല്ലാം മാറും കർത്താവ് വരുമ്പോ. ഇരുട്ട് മാറും, ദുരിതം മാറും, പ്രതിസന്ധി മാറും, കർത്താവ് വരും. ഞാൻ ഈ മെസ്സേജിനൊരു ഹെഡിങ് ഇങ്ങനെ കൊടുത്തു: ഫ്രം ദ സൈഡ് ഓഫ് ദ റോഡ് ടു ദ മെയിൻ സ്ട്രീം ഓഫ് ലൈഫ്. അല്പം കൂടെ ഫ്രം ദ സൈഡ് ലൈൻസ് ടു ദ മെയിൻ സ്ട്രീം. പാർശ്വങ്ങളിൽ നിന്ന് മുഖ്യധാരയിലേക്ക് ദൈവം തമ്പുരാൻ ഒരു മനുഷ്യനെ കൊണ്ടുപോയ വഴി. ജീവിതത്തിൽ സൈഡിലിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജോലി. ഫ്രം ദ മാർജിനലൈസ്ഡ് ടു ദ കൗണ്ടഡ്. തള്ളപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് എണ്ണപ്പെട്ടവരുടെ ഇടയിലേക്ക് കൊണ്ടുവന്നവനായ കർത്താവ്. ബർത്തിമായുടെ കഥ നമ്മുടെ അറ്റൻഷൻ നിശ്ചയമായും ആകർഷിക്കും. റിമാർക്കബിൾ സ്റ്റോറി. യെരിഹോ എന്നൊരു പട്ടണത്തെ കുറിച്ചുകൂടെ പറഞ്ഞിട്ടുണ്ട്. ശപിക്കപ്പെട്ട പട്ടണം. അങ്ങനെയാണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ യോശുവയുടെ പുസ്തകം 6:25 യോശു അതിനെ ശപിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു: ഇനിയും ഇത് പണിയാൻ ആരെങ്കിലും ആരംഭിച്ചാൽ മൂത്ത മകൻ മരിക്കും. വാതിൽ കട്ടളക്കാൽ വെക്കുമ്പോൾ ഇളയ മകൻ. അപ്പോൾ ഒരു വിധത്തിൽ ശപിക്കപ്പെട്ട ഒരു സ്ഥലം. പക്ഷെ ദൈവം തമ്പുരാൻ അതിനെ വീണ്ടെടുത്തു. നമുക്കത് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഗോഡ് റിസ്റ്റോർഡ് ദാറ്റ് സിറ്റി. ആ പട്ടണത്തിൽ നിന്ന് യെരുശലേമിലേക്ക് യാത്രയാകുന്ന ഒരു കൂട്ടം. ആ കൂട്ടത്തിൽ യേശു ഉണ്ടായിരുന്നു. എന്നാൽ ആ സൈഡിൽ ഇരിക്കുന്ന ഭർത്തിമായി യാത്ര ചെയ്തു പോയ യേശുവിനെ കാണാനിടയായി. ഈ വേദഭാഗത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്: തിമായിയുടെ മകനായ ബർത്തിമായി. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ആധാർ കാർഡ് എന്നും പറഞ്ഞൊരു സാധനം. ആധാർ കാർഡ്. ബർത്തിമായിക്ക് ആധാർ കാർഡുണ്ട്. കാരണം എന്നാണെന്നറിയാമോ? തിമായിയുടെ നെയിം ഓഫ് ദ ഫാദർ തിമായി. ആധാർ കാർഡ് ഉണ്ടെങ്കിലും ജോലിയില്ല. ജോലി എന്താണെന്ന് ചോദിച്ചാൽ ബെഗിങ് ആണ്. ആർക്കും വേണ്ട. അഡ്രസ് ഉണ്ട്, എന്നാൽ ജീവിതത്തിൽ സ്ഥാനമില്ല, വിലയില്ല. എത്ര പ്രകാശം ചുറ്റിലും ഉണ്ടായാലും അന്ധകാരത്തിൽ ജീവിക്കാനായി വിധിക്കപ്പെട്ടവൻ. ആ വാചകത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഈ കുരുടനായ മനുഷ്യന്റെ ചുറ്റും എത്ര വെളിച്ചം വന്നാലും അവന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടാണ്. Destined to live in darkness in spite of the bright lights outside. എന്തെല്ലാം അവിടെ പ്രകാശിച്ചാൽ ഒരു കാര്യം ഈ മനുഷ്യന് വേണ്ടി വിധിച്ചിട്ടുണ്ട്: വല്ലവരുടെയും ചാരിറ്റിയിൽ ആയുസ് മുഴുവൻ കഴിക്കണം. മാർജിനലൈസ്ഡ് ആണെന്ന് പറഞ്ഞതിന് ഇനിയും വേറെ തെളിവൊന്നും വേണ്ട. ആയുസ് എങ്ങനെ ജീവിക്കാൻ പോകുന്നേ? ഇന്നത്തെ പോലെ കരുതലുള്ള ഒരു സമൂഹം അല്ലായിരുന്നു. അന്നത്തെ സമൂഹത്തിൽ ജീവിക്കാൻ ഒരു വഴിയേ ഉള്ളൂ: ചാരിറ്റി ഓഫ് പീപ്പിൾ. തരണമേ 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 എന്ന് ജീവിതം മുഴുവൻ പറയുന്ന ഒരു മനുഷ്യൻ. എന്നും രാവിലെ ബെഗിങ്ങിനായി കൊണ്ടുപോയിരുത്തും.
അവന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുള്ളൂ, ദൈവമേ ഇന്നൊരു ഭാഗ്യമുള്ള ദിവസമായിരിക്കണേ. കാരണം എന്നാണെന്നറിയാമോ? ഇന്ന് ആ പാത്രം നിറഞ്ഞാൽ നന്നായിരുന്നു. പാത്രം നിറഞ്ഞാൽ ഇറ്റ്സ് എ ലക്കി ഡേ. അപ്പോൾ ജീവിതം മുഴുവൻ ഈ ലക്കിനെ ആശ്രയിച്ച്, ഭാഗ്യം മാത്രമാണ് അവന്റെ ആശ്രയം. ഇതിന്റെ സൈഡിലാണ് ഇരിക്കുന്നത് ഈ റോഡിനൊരു പ്രത്യേകത. യെരിഹോ, യെരുശലേം. ഞാൻ വായിച്ച് മനസ്സിലാക്കിയെടുത്തോളം ലേവ്യരും പുരോഹിതന്മാരുമായി 20,000 പേർ യെരിഹോയിൽ താമസം ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. കാരണം യെരുശലേമിൽ അവർക്ക് ഡ്യൂട്ടി ഇല്ലാത്തപ്പോൾ അവർ താമസിക്കുന്നത് യെരിഹോയിൽ. അപ്പോൾ ഈ വഴിയാത്രക്കാർ സാധാരണക്കാരൊന്നും അല്ല. സാധാരണഗതി 20,000 Levites and priests. അപ്പോൾ അവരിങ്ങനെ പോകുമ്പോൾ ഘോഷയാത്രയായി പോകാൻ സാധ്യതയുണ്ട്. അവരുടെ കൂടെ മറ്റേ ആളുകൾ, അവരെ അനുഗമിക്കുന്നവരൊക്കെ കൂടെ പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ റിലിജിയൻ ധാരാളം ആ വഴിയിൽ കൂടെ പോയിട്ടുണ്ടെങ്കിലും മതഭക്തി, ദൈവഭക്തിയല്ല, മതഭക്തി ധാരാളം ആ വഴിയെ പോയിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ ബർത്തിമായിക്ക് ഒരു സഹായവും കിട്ടിയിട്ടില്ല. ശമര്യക്കാരന്റെ കഥ കർത്താവ് പറഞ്ഞപ്പോൾ ആ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ധ്വനിയുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ആത്മീകമായി സഹായം കിട്ടിയെന്നിൽ മാത്രമല്ല, അന്നത്തെ മതത്തിന് ഭൗമികമായി സഹായിക്കാൻ കഴിഞ്ഞോ എന്ന് സംശയമാണ്. ഞാൻ സംശയമേ പറഞ്ഞുള്ളൂ. ഞാൻ കർത്താവിന്റെ ശമര്യക്കാരന്റെ കഥയിൽ നിന്നാണ് അത് ഉദ്ധരിക്കാൻ ശ്രമിച്ചത്. കാരണം വീണ് കിടക്കുന്നവനെ സഹായിക്കാൻ അതുവഴി ലേവ്യനും പുരോഹിതനും ഒക്കെ കടന്നുപോയി. സോ റിലിജൻ ഡിഡ് നോട്ട് ഹെൽപ്പ് ഹിം. എന്നാൽ അന്നത്തെ ദിവസം അവന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക ദിവസമായി മാറി. ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഈ പാസേജ് വളരെ റെലവന്റ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതുപോലെ മാർജിനലൈസ്ഡ് ആയി ജീവിക്കുന്ന അനേകരുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ജീവിതത്തിൽ വന്നുപോയ അപാകത, ജീവിതത്തിന്റെ ചില പരിമിതികൾ, ലിമിറ്റേഷൻസ്, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ഒരു തോൽവി നമ്മളെ സമൂഹത്തിൽ നിന്ന് മാറ്റി സൈഡിൽ ഇരുത്തിയിരിക്കുക. ചില ഫെയിലിയർ ഒരു വലിയ നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയൊരു ബ്ലാക്ക് മാർക്ക് കൊണ്ടുവന്നു. നെവർ ടു ഗെറ്റ് ബാക്ക് ഇൻ ടു ദ മെയിൻ സ്ട്രീം. ഒരു കാര്യത്തിനും നമ്മുടെ പേര് വരാറില്ല, നമ്മെ വിളിക്കാൻ അവർ ശ്രമിക്കുകയില്ല. ജീവിതത്തിൽ എന്നും മാർജിനലൈസ്ഡ് ലൈഫ്, സൈഡിൽ ഇരിക്കുവാൻ വിളിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്നവർ. അങ്ങനെയുള്ള ഏത് വ്യക്തിക്കും ഇന്നത്തെ ദൂത് പ്രയോജനകരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭദ്യമായി സൗഖ്യം പ്രാപിച്ചു. അതിന്റെ കാരണം ഒന്നാമത്, he saw the Lord. രണ്ട്, he believed the Lord. മൂന്ന്, the Lord gave him sight, restored him. മൂന്ന് ഭാഗമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ വഴിയരികിൽ ഇരിക്കുന്ന ബർത്തിമായി യേശുവിനെ കണ്ടു. അപ്പോൾ ചിന്തിക്കുമായിരിക്കും, എങ്ങനെ കർത്താവിനെ ഈ മനുഷ്യൻ കണ്ടെന്ന്? കാഴ്ചയില്ലാത്തവൻ എങ്ങനെ കാണുന്നു? ഞാനിവിടെ ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് എഴുതി വന്നിരിക്കുന്നത് ഇപ്രകാരമാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യനെ കോട്ട് ചെയ്തിരിക്കുന്നു, I had to become blind to see. ഞാൻ കുരുടനാകേണ്ടി വന്നു ചിലതൊക്കെ കാണാൻ. ഈ കണ്ണുണ്ടെങ്കിലും പലതും കാണുന്നില്ല. എന്നാൽ കാഴ്ചയില്ലാത്തവനായ ബർത്തിമായി വഴിയരികിൽ കൂടെ വന്ന, അല്ലെങ്കിൽ വഴിയെ കൂടെ വന്ന ഈ പുരുഷൻ ആരാണെന്ന് കാണാൻ അവന്റെ കണ്ണ് പ്രകാശിച്ചു. യേശു അതുവഴിയായി കടന്നുപോയി. ഞാൻ ആ ഭാഗം തന്നെ ചിന്തിച്ചു. ഒരു വിധത്തിൽ ഈ ഗ്രേസ്, കൃപ എന്ന് പറയുന്നത് അതാണ്. കർത്താവ് അതുവഴി കടന്നുപോയി. കർത്താവിന് പോകാൻ അനേക വഴികൾ ഓപ്ഷണലായിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് പോകുന്നത് ക്രൂസിലേക്കാണ്.
ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ജീസസ് വാസ് ഓൺ ദ വേ ടു ദ ക്രോസ്. ഇതിന് പകരം ഓൾട്ടർനേറ്റ് റൂട്ട് പലരും കൊടുത്ത. പൈശാചികം കൊടുത്തു. എന്തിനാ? ക്രൂശ് വഴിയൊക്കെ മഹത്വം. ഇതെല്ലാം കൂടെ തന്നേക്കാമല്ലോ, ഒന്ന് വണങ്ങിയാൽ മതി. ഭർത്തിമായുടെ ഭാഗ്യവശാൽ, ഭർത്തിമായുടെ മാത്രമല്ല കേട്ടോ, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഒക്കെയും ഭാഗ്യവശാൽ കർത്താവ് ആ കുറുക്ക് വഴി എടുത്തില്ല. ജനങ്ങളെല്ലാം കൂടെ കർത്താവിനെ രാജാവാക്കാൻ തീരുമാനിച്ച. The people wanted to make him king. ആ റൂട്ട് എടുക്കായിരുന്നു. ഭർത്തിമായുടെ ഭാഗ്യവശാൽ കർത്താവ് ആ വഴിയെ പോയില്ല. കർത്താവ് തിരഞ്ഞെടുത്തത് ആ ദിവസം അതുവഴി പോകുവാൻ കർത്താവ് തിരഞ്ഞെടുത്തു. ശമരിയയിലേക്ക്, ആ പട്ടണത്തിലേക്ക് കർത്താവ് കടന്നുപോയി ആ സ്ത്രീയെ കണ്ടെത്തിയ പോലെ ജീസസ് took that road for his journey to glory. മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വരുന്നു എന്നറിഞ്ഞ് യേശു തമ്പുരാൻ യെരിഹോയിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. എന്തുകൊണ്ടാ? അത് മഹത്വത്തിന്റെ യാത്ര. ക്രൂസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതെങ്ങനെ മഹത്വമാകുന്നു? ആ വഴിയാണ് അനേകരെ വീണ്ടെടുക്കുവാൻ. ഭർത്തിമായിയെ പോലെ കർത്താവ് ആ വഴി സഞ്ചരിച്ചത് കൊണ്ടാണ് അനേകരെ വീണ്ടെടുക്കാനായിട്ടിടയായത്. അതുകൊണ്ട് ആ വഴിയാത്ര എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ റോഡ് ടു ഗ്ലോറി. സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ ദൈവത്തിന്റെ പുത്രൻ ആ വഴിയെ സഞ്ചരിച്ചതിനായി എത്രമാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അത് കാണാനുള്ള കണ്ണ്, ഹൃദയ കണ്ണ് ഭർത്തിമായിക്ക് ഉണ്ടായി. എങ്ങനെയായിരിക്കണം ഈ കാഴ്ചപ്പാടും വിശ്വാസവും ഉണ്ടായത്? രണ്ടാമത് ഭർത്തിമായി ഈ കർത്താവിനെ കണ്ടു എന്ന് മാത്രമല്ല, ഭർത്തിമായി കർത്താവിനെ വിശ്വസിച്ചു. കാരണം എന്നാണെന്നറിയാം, അവസാനം പറയുന്നത് യേശുവരാൻ ഇങ്ങനെയാണ് പറയുന്നത്. 52-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. So somewhere along the line, Bartimaeus believed. യേശു കർത്താവിനെ വിശ്വസിച്ചു. എങ്ങനെയായിരിക്കണം വിശ്വസിച്ചത്? യേശു വരുന്നു എന്ന് കേട്ടു. ശിഷ്യന്മാരോടും വലിയ പുരുഷന്മാരോടും കൂടി എരിഹോയിൽ നിന്ന് പുറപ്പെടുന്നു. തിമായുടെ മകനായ ഭർത്തിമായ എന്ന കുരുടനായ ഭിക്ഷക്കാരൻ വഴിയരികെയിരുന്നു. നസറായനായ യേശു എന്ന് കേട്ടിട്ട് ഞാൻ ചില കാര്യങ്ങൾ അതിനകത്തുനിന്ന് ഡെഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ പ്രാവശ്യം കേട്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. യേശുവിനെ കുറിച്ച് ആദ്യം കേട്ടതാണെങ്കിൽ ഈ തീരുമാനത്തിലൊന്നും വരത്തില്ല. ഇതിനു മുമ്പ് എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്. മുടന്തനായ മനുഷ്യൻ സൗഖ്യമായി അതുവഴി പോയപ്പോൾ ഈ കഥ അതുവഴി പോയി കാണുമെന്ന് ഞാൻ അങ്ങ് ഭാവനയിൽ ചിന്തിക്കുക. ഡീമൺ പൊസസ്ഡ് മാൻ, അനേക ഭൂതങ്ങൾ ഉണ്ടായിരുന്ന മനുഷ്യൻ കർത്താവ് വിടുവിച്ചു. അവൻ ആ വഴിയെ സഞ്ചരിച്ചു പോയപ്പോൾ യേശുവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കാണും. ജീവിതത്തിൽ കർത്താവിന്റെ കയ്യിൽ നിന്ന് സൗഖ്യവും കൃപയും ഒക്കെ പ്രാപിച്ച അനേകർ ഈ വഴിയെ കൂടെ സഞ്ചരിക്കുമ്പോഴെല്ലാം നസറായനായ യേശു, നസറായനായ യേശു, നസറായനായ യേശു എന്ന് ഭർത്തിമായി കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായി. ഞാൻ ചിന്തിക്കുന്നു ആ പ്രസംഗകരൊന്നും പെർഫെക്റ്റ് പ്രീച്ചേഴ്സ് ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. മുഴുവൻ വേദശാസ്ത്രം അറിഞ്ഞിട്ട് കഥ പറഞ്ഞതും അല്ലെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. മുടന്തനെ മുഴുവൻ അറിയാമായിരുന്നിട്ടല്ല. He did not know the whole story or all the doctrines. എന്നാൽ വഴിയെ കൂടെ പോയപ്പോൾ സൗഖ്യമായ മുടന്തൻ കർത്താവ് തനിക്ക് ചെയ്തതൊക്കെ പറഞ്ഞു. അനേകർ വിശ്വാസം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവകൃപ പ്രാപിച്ച നാം നമ്മുടെ വാ തുറന്ന് യേശുവിനെ കുറിച്ച് പറയണം. പറയാതെ എങ്ങനെയാണ് കേൾക്കുന്നത്? അവരുള്ളിലേക്ക് അത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ we must talk about Jesus. പലരിങ്ങനെ കർത്താവിനെ കുറിച്ച് പറഞ്ഞു. അതൊക്കെയും അവൻ ശ്രദ്ധയോടെ കേട്ടു. അതാണ് അവന്റെ ഹൃദയത്തിൽ വിശ്വാസം അങ്കുരിക്കുവാനിടയായി.
അങ്ങനെയുള്ള ചിന്താഗതിയോടുകൂടെ ഇരിക്കുമ്പോഴാണ് ഒരു വലിയ പുരുഷാരത്തിന്റെ ശബ്ദം. ബർത്തിമായെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. ഈ ചുറ്റുപാടും നടക്കുന്നത് തന്റെ ഈ ബാഹ്യ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ലെങ്കിലും എന്തെങ്കിലും നടന്നാൽ ഉടനെ ചോദിക്കുക, ഇതെന്ത്? ആ ചോദ്യം അവിടെ ഉണ്ട് കേട്ടോ. ഇതെന്ത്? ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തില് ഈ വേദഭാഗം തന്നെ, ഈ ചരിത്രം തന്നെ രേഖപ്പെടുത്തുമ്പോൾ അവൻ ചോദിക്കുന്നത്, ഈ ശബ്ദം എന്ത്? അപ്പോൾ എന്തെങ്കിലും നടക്കുമ്പോൾ ഇൻസെൻസിറ്റീവ് അല്ല. ഈ ദൈവകൃപ ആ മനുഷ്യന്റെ ഹൃദയത്തെ ഒരുക്കി എന്നുള്ളതാണ്. അതായത് ഒരു കെയർ ഫ്രീ ലൈഫ് അല്ല. തന്റെ ജീവിതത്തിന് എന്തൊക്കെയോ ആവശ്യമുണ്ട്. അപ്പോൾ ചുറ്റുപാട് നടക്കുന്നതൊക്കെ എന്താണ് എന്ന് തന്റെ ജീവിതത്തിൽ താൻ ചോദിക്കുന്നുണ്ട്. ഇതെന്താന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞു, നസ്രായനായ യേശു ഇതുവഴി കടന്നുപോകും. അത് കാണാനായി, അത് മനസ്സിലാക്കാനായി ഹൃദയ കണ്ണ് പ്രകാശിച്ച ബർത്തിമായി, റിസെപ്റ്റീവ് ഹാർട്ട്, റിസീവിംഗ് ദ ഗുഡ് ന്യൂസ്. അത് തന്റെ ജീവിതത്തിൽ ആദ്യം സംഭവിച്ചു. രണ്ടാമത് പ്രധാന ഭാഗം, അവന്റെ വിശ്വാസമാണല്ലോ അവനെ രക്ഷിച്ചത്, അവനെ സൗഖ്യമാണ്. ഈ കർത്താവിനെ കാണാൻ അവന്റെ ഹൃദയ കണ്ണ് പ്രകാശിച്ചു. ആരൊക്കെയോ സംസാരിച്ചത്. രണ്ട്, അവൻ വിശ്വസിച്ചു. ബിലീവ്ഡ് ദ സേവിയർ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ അവന്റെ വിശ്വാസം എത്ര ആഴമുള്ളതാണ് എന്ന് നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് കാണാൻ കഴിയും. സൂപ്പർഫിഷ്യൽ അല്ല, ഉപരിപ്ലവമല്ല. അത് ഒരു സൂപ്പർസ്റ്റീഷ്യസ് ഫെയ്ത്ത് അല്ല. ചിലപ്പോൾ വിശ്വാസം ഉണ്ടെന്ന് പറയുന്ന അനേകരുടെയും വിശ്വാസം അന്ധവിശ്വാസമാണ്. ബർത്തിമായുടെ വിശ്വാസത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അത് അന്ധവിശ്വാസവുമല്ല, ഉപരിപ്ലവമായ വിശ്വാസവുമല്ല, സത്യവിശ്വാസം. അങ്ങോട്ടാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ ജെനുവിൻ ഫെയ്ത്ത്. ആ ജെനുവിൻ ഫെയ്ത്തിന്റെ ചില ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിലും ഈ പാർശ്വങ്ങളിൽ ഇരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന നിയോഗത്തിന്റെ വഴിയെ കൂടെ, മെയിൻ സ്ട്രീമിൽ കൂടെ പോകണമല്ലോ. അതിനാവശ്യമായിരിക്കുന്ന ബർത്തിമായെ പോലെ നമുക്കൊരു ഫെയ്ത്താണ്. What kind of a faith? Genuine faith. How do we know? ഒന്നാമത് നോക്കാട്ടെ, തനിക്ക് കിട്ടിയ അവസരത്തെ അവൻ ഉപയോഗിച്ചു. He seized the opportunity. ആ വിശ്വാസം ജെനുവിൻ ആണെന്നുള്ളത് എനിക്ക് ആ അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടുള്ളവരായിരുന്നെങ്കിൽ ചിന്തിച്ചേനെ, ഇനിയും കിട്ടുമായിരിക്കും ഒരവസരം കൂടെ. കർത്താവ് ഇതുവഴി ഇനിയും പോകുമായിരിക്കും. ഒന്ന് രണ്ട് കഥ കൂടെ ഞാൻ കേട്ടിട്ട് വിശ്വസിക്കുക. ബർത്തിമായി ഈ യാത്രയിൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവന് സകല ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു പോയേനെ. ദിസ് വാസ് ദ ലാസ്റ്റ് ജേർണി ഓഫ് ജീസസ് ഓൺ ദാറ്റ് റോഡ്. ബർത്തിമായുടെ വിശ്വാസം നല്ല വിശ്വാസമായിരുന്നു. കാരണം എന്താന്ന് ചോദിച്ചാൽ, ആ അവസരം കിട്ടിയപ്പോൾ അവൻ ഉപയോഗിച്ചു. ദൈവത്തിന്റെ സന്ദർശനകാലം അറിയുകയും, ഇത് കർത്താവിനെ അറിയുന്ന അനുഭവത്തെക്കാൾ ഉപരിയായി ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിന്റെ സമൃദ്ധിയിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്ന വിശ്വാസി, ദൈവകൃപയുടെ ധാരാളമായ അനുഭവം, അബണ്ടന്റ് ക്രിസ്ത്യൻ ലൈഫ് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസി, വിശ്വസിച്ചെങ്കിലേ ഈ അനുഭവത്തിലേക്ക് വരാൻ കഴിയത്തുള്ളല്ലോ. വിശ്വസിച്ച് ഈ അനുഭവത്തിലേക്ക് കയറി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ളൊരു വ്യഗ്രത നമുക്കുണ്ടാകും. സീസ് ദി ഓപ്പർച്യൂണിറ്റി. ഒരു നല്ല ശതമാനം വിശ്വാസികൾ നമ്മുടെ ഇടയിൽ യേശു കർത്താവ് പറഞ്ഞതുപോലെ, നിന്റെ സന്ദർശന കാലം നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞതുപോലെ, കർത്താവെ ഏതെല്ലാം രീതിയിൽ സന്ദർശിക്കുന്നു, ഏതെല്ലാം രീതിയിൽ ഇടപെടുന്നു, ഏതെല്ലാം വഴിയിൽ കൂടെ കർത്താവ് വഴി കടന്നു പോകുന്നു. ബട്ട് വി ആർ നോട്ട് സെൻസിറ്റീവ്. എന്നാൽ ബർത്തിമായി അങ്ങനെയല്ല. തനിക്ക് ലഭിച്ച അവസരം താൻ ഉപയോഗിച്ചു. ഈ കൺവെൻഷൻ ദൈവത്തിന്റെ നിയോഗത്തിൽ കടന്നു വന്ന് ദൈവവചനം ശ്രദ്ധിക്കുന്ന എപ്പേർപ്പെട്ടവർക്കും ദൈവത്തിന്റെ ഒരു അവസരമാണ് എന്നാണ് എന്റെ വിശ്വാസം. It is a golden opportunity for each one of us to move into abundant Christian life.
നിറഞ്ഞ ക്രിസ്തീയ ജീവിതത്തിലേക്കും അനുഗ്രഹത്തിലേക്കും കയറാനുള്ള അവസരമാണ്. ഭർത്തിമായി അത് തനിക്ക് കിട്ടിയ അവസരം ഉപയോഗിച്ചു. ഡൈനാമിക് ഫെയ്ത്ത് ആയിരുന്നു, സാധാരണ വിശ്വാസമല്ല, നല്ല വിശ്വാസം. രണ്ടാമത് നോക്കാട്ടെ, ഭർത്തിമായുടെ വിശ്വാസത്തിന് ഒരു പ്രത്യേകത, ഫെയ്ത്ത് ദാറ്റ് ഹംബിൾഡ് ഹിംസെൽഫ്. തന്നെ തന്നെ വിനയപ്പെടുത്തുന്നൊരു വിശ്വാസമായിരുന്നു. ജെനുവിൻ വിശ്വാസമാണെന്നുള്ളതിന്റെ തെളിവ് പല രീതിയിൽ ഭർത്തിമായുടെ വിനയം നമുക്ക് കാണാം. ഒന്നാമത് കർത്താവിനെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ ഇങ്ങനെയാണ്, ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. ക്രൈഡ് ഔട്ട്. ആ രീതിയിലൊക്കെ നിലവിളിക്കണമെങ്കിൽ അല്ലെങ്കിൽ കരയണമെങ്കിൽ ഒരു അല്പം വിനയം ഉണ്ടെങ്കിലേ ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യാനൊക്കെ. വാ തുറന്ന് പ്രാർത്ഥിക്കാൻ മടിയാണ്. കാരണം എന്നാണെന്നറിയാമോ? പ്രാർത്ഥിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് വിനയപ്പെടാനുള്ള മനസ്സില്ലായ്മ കൊണ്ടാണ് പലതും നമുക്ക് തുറന്നൊന്ന് പറയാനുള്ള മനസ്സുകേട്. ഇത് തുറന്നു പറഞ്ഞു എന്ന് മാത്രമല്ല, he cried out. He opened his heart. യേശു കർത്താവ് ക്രൂസിൽ കിടന്ന് നിലവിളിച്ചു എന്ന് പറഞ്ഞ അതേ വാക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, കർത്താവിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം കൊടുത്തു നോക്കാട്ടെ, യേശുവേ ദാവീദ് പുത്ര. അപ്പൊ കർത്താവിന് വഴിയെ കൂടെ കടന്നു പോകുന്ന നസ്രായനായ യേശു തന്നോടുള്ള ബന്ധത്തിൽ ആരാണ്? റോയൽറ്റി കൊടുത്തു, രാജാവാണെന്നുള്ള സ്ഥാനം കൊടുത്തു. അപ്പോൾ തന്റെ ജീവിതത്തിന്റെ വിനയം എത്ര വലുതാ! ഇനിയും ശ്രദ്ധിച്ചു നോക്കിയാട്ടെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, കരുണ തോന്നണമേ കർത്താവേ, ഹാവ് മേഴ്സി. അതിന്റെ അർത്ഥം എന്നാ? ദൈവമേ, എനിക്ക് യോഗ്യതയൊന്നുമില്ല നിന്റെ സന്നിധിയിൽ വന്ന എലിജിബിലിറ്റി പറയാൻ. എനിക്ക് തരണമെന്ന യോഗ്യത നിന്റെ മുമ്പിൽ നിരത്തി വെക്കാൻ എന്റെ കയ്യിൽ ഒന്നും ഇല്ല. എനിക്ക് എന്തെങ്കിലും അങ്ങ് തരണമെങ്കിൽ ഒരു വ്യവസ്ഥയിലേ എനിക്ക് തരാനൊക്കത്തുള്ളൂ, ബിക്കോസ് ഓഫ് യുവർ മേഴ്സി. ഇത് നമുക്കറിയാമെങ്കിലും പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ തന്നെ ദൈവത്തിന്റെ മുമ്പിൽ നാം നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ നമുക്കത് തരാൻ നാം യോഗ്യരാണെന്നുള്ള അടിയിൽ കൂടെ ഒരു ചിന്ത നമ്മളെ വരികാറുണ്ട്. എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തമ്പുരാന്റെ മുമ്പിൽ യോഗ്യത ഇല്ലെന്ന് സമ്മതിച്ചെങ്കിലേ ഒക്കൂ. The best prayer you can pray is have mercy upon us, O Lord. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അവിടെ വിനയപ്പെട്ടു. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നല്ലോ. താഴ്മയുള്ളവർക്ക് കർത്താവ് ധാരാളം കൃപ കൊടുക്കുന്നു. ഭർത്തിയുമായി അനുഭവിച്ചതുപോലെയുള്ള അനുഭവം നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വി മസ്റ്റ് ഹാവ് ജെന്യുവൻ ഫെയ്ത്ത്. നല്ല വിശ്വാസം ഉണ്ടാകും. ആ വിശ്വാസത്തിന് ഈ ഒരു ക്വാളിറ്റി ഉണ്ടാകും, ജെന്യുവൻ ഹ്യൂമിലിറ്റി. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ ദൈവം മുന്നമേ തീരുമാനിച്ചു കഴിയുമ്പോൾ വിനയമില്ലാത്ത നമ്മെ വിനയമുള്ളവരാക്കാൻ വിനയപ്പെടുന്ന സാഹചര്യത്തിൽ കൂടെ വിട്ട് നമ്മളെ തകർക്കും. Because God has already decided to bless you. യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആ മനുഷ്യനെ അനുഗ്രഹിക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് ഒരുപാട് ബന്ധപ്പെടേണ്ടി വന്നു. Brought him to the place where he was humble. ആ ഹംബിൾ ആകേണ്ട അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ there is only one way, with the spirit of humility. വെറും കൈയായി ഞാനങ്ങ് ക്രൂസിൽ മാത്രം നമ്പുന്നു. നഗ്നൻ ഞാൻ നിൻ വസ്ത്രം താ, ഹീനൻ ഞാൻ നിൻ കൃപത. മ്ലേച്ഛനായി വരുന്നു കർത്താവേ, എന്നെ നീ സ്വച്ഛനാക്കണം. ഭർത്തിമായി അനുഗ്രഹിക്കപ്പെട്ടു, സൗഖ്യം പ്രാപിച്ചു, അവിടെ നിന്ന് എഴുന്നേറ്റു, അവൻ യാത്രയായി. വണ്ടർഫുൾ ചേഞ്ചാ, ചെറിയ ചേഞ്ച് ഒന്നുമില്ല, നമ്മളത് പഠിക്കും. ഡ്രാമാറ്റിക് ചേഞ്ച്, റാഡിക്കൽ ചേഞ്ച്. എന്നാൽ ഈ ചേഞ്ച് തന്റെ ജീവിതത്തിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അവന്റെ വിശ്വാസമാണ്. അവൻ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്തു എന്ന് മാത്രമല്ല, അവന്റെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ വിനയപ്പെട്ടു. എഫ് ബി മായർ എന്ന് പറയുന്ന ദൈവദാസന് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, I thought God's blessings are stacked one above the other.
ദൈവത്തിന്റെ അനുഗ്രഹം ഒന്നിന്റെ മേൽ ഇങ്ങനെ അടുക്കി വെച്ചേക്കായിരുന്നെന്നായിരുന്നു എന്റെ ചിന്തയെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടുപിടിച്ചു, God stacks the blessing one below the other. പിന്നെ അത് കിട്ടണമെന്നുണ്ടെ മുട്ടിന്മേൽ നിൽക്കണം, വിനയപ്പെടണം. ഈ ജീവിത സൗഭാഗ്യങ്ങൾ, ആ വാക്ക് ശ്രദ്ധിച്ചല്ലോ, ജീവിത സൗഭാഗ്യങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും ദൈവകൃപ എന്ന മനോഹര വസ്തു ജീവിതാനുഭവത്തിലേക്ക് വരാത്തതിന്റെ കാരണം എന്നാണെന്നറിയാവോ? ജീവിത സൗഭാഗ്യങ്ങൾ നമ്മളെ അഹന്തയുള്ളവരാക്കി. And you are missing the grace of God. നമ്മുടെ ജീവിതത്തെ സന്തുഷ്ടമാക്കുന്നത് ഒന്നേ ഉള്ളൂ, അനുഗ്രഹപൂർണമാക്കുന്നത് ഒന്നേ ഉള്ളൂ, God's blessing. അത് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും വിനയപ്പെടണം. FP മായർ പറഞ്ഞതുപോലെ ഒന്നിന്റെ താഴെ ഒന്നായിട്ടാണ് ദൈവം അടുക്കിയിരിക്കുന്നതെങ്കിൽ തമ്പുരാന്റെ മുമ്പിൽ യാക്കോബ് അപ്പോസ്തലന്റെ ഭാഷ ഞാൻ ഉപയോഗിച്ചോട്ടെ, അവന്റെ കൈക്കീഴിൽ താണിരിക്കണം. അവന്റെ കൈക്കീഴിൽ താണിരിക്കണം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായ ദൈവം ഉയരത്തിൽ വസിക്കുന്നു. പക്ഷേ 57:15 പറഞ്ഞിട്ടുണ്ട്, അവൻ മനോവിനയമുള്ളവരുടെ ഹൃദയത്തിൽ വസിക്കും. ഒരു വിധത്തിൽ നല്ലൊരു പ്രാർത്ഥനയാണ് അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കാൻ. ലോർഡ് മേക്ക് മീ ഹംബിൾ. നല്ലതല്ലയോ? സൂക്ഷിച്ച് പ്രാർത്ഥിക്കാം. അടുത്ത നിമിഷം അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ, അതിനുള്ള അവസരത്തിൽ കൂടെ ദൈവം നമ്മെ അയക്കും. God will send you through situations where you will be made humble. മോശയെ അനുഗ്രഹിച്ചതും യാക്കോബിനെ അനുഗ്രഹിച്ചു, ശീമോൻ പത്രോസിനെ അനുഗ്രഹിച്ചു, കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ദൈവഭക്തന്മാരെ അനുഗ്രഹിച്ചു. ഒറ്റ വഴിയാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ കൈക്കീഴിൽ താണിരുന്നപ്പോൾ ആ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ എന്നോട് കരുണ തോന്നണം. Have mercy upon us, O Lord. സാമുവൽ ലോഗൻ ബ്രിങ്കിളിന്റെ ചരിത്രം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആവർത്തിക്കട്ടെ. സാൽവേഷൻ ആർമിയുടെ ഒരു ശുശ്രൂഷകനായി പ്രവേശിക്കാൻ ആരംഭിച്ച അദ്ദേഹം വില്യം ബൂത്തിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ സാമുവൽ ലോഗൻ ബ്രിങ്കിൾ, അദ്ദേഹം ഓക്സ്ഫോർഡിൽ നിന്നൊക്കെ ഡിഗ്രിയൊക്കെ എടുത്താണ് വന്നത്. അദ്ദേഹം വന്ന് ശുശ്രൂഷിക്കാൻ വന്ന സാൽവേഷൻ ആർമിക്ക് നേതൃത്വം കൊടുക്കുന്ന വില്യം ബൂത്ത് ഒരു മെട്രിക്കുലേറ്റ് ആണ്. അതിനപ്പുറത്ത് അദ്ദേഹത്തിന് വിദ്യാഭ്യാസമില്ല. അദ്ദേഹത്തിന് എന്നാൽ ഈ ശുശ്രൂഷയെ കുറിച്ച് കേട്ടപ്പോൾ ഹൈ ചർച്ച് അവഗണിച്ച സാധുക്കളുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോയി പ്രവർത്തിക്കുന്ന വില്യം ബൂത്തിന്റെ ശുശ്രൂഷയെ കുറിച്ച് വളരെ ആകർഷിക്കപ്പെട്ട് അദ്ദേഹം വന്ന് പറഞ്ഞു, വില്യം ബൂത്ത്, എനിക്ക് നിങ്ങളോട് കൂടെ ശുശ്രൂഷിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ സഭയിൽ അതിന് സ്ഥലമില്ല, അതിനുള്ള സമ്പത്തില്ല, വളരെ പുവറായിട്ടുള്ള ഒരു കോൺഗ്രിഗേഷനാണ്. അപ്പോൾ ബ്രിങ്കിൾ പറഞ്ഞു, ഞാൻ എന്തു വേണേ ചെയ്യാം. അദ്ദേഹത്തിന് കൊടുത്ത നിയോഗം, വില്യം ബൂത്ത് കൊടുത്ത ആദ്യത്തെ നിയോഗം, ആലയത്തിൽ ആരാധനയ്ക്ക് വരുന്നവരുടെ ചെരുപ്പ് സൂക്ഷിക്കാനാണ്. സ്ലം ഏരിയ ആയിരുന്നുകൊണ്ട് ചെരുപ്പ് കാണാതെ പോകും, ചെരുപ്പ് സൂക്ഷിക്കാൻ. എന്നാലോചിച്ച് നോക്കിക്കോണേ, മെട്രിക്കുലേറ്റ് മാത്രം കൈമുതലായിട്ടുള്ള ലീഡർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നല്ല ഡിഗ്രി എടുത്തേച്ച് വന്ന ബ്രെങ്കിളിനോട് പറയാണ്, സഭയിൽ ഒരു വേക്കൻസി ഉണ്ട്, ചെരുപ്പ് നോക്കണം. ഇന്നത്തെ കാലത്താണെങ്കിൽ ഉത്തരം എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ മതി. എന്നാൽ ബ്രെങ്കിൾ പറഞ്ഞു, യെസ് സർ, ഐ വിൽ ഡു ഇറ്റ്. അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതിയപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ചെരുപ്പ് സൂക്ഷിക്കുക മാത്രമല്ല, അവിടെ പുറകിൽ ഇരുന്ന് ചെരുപ്പ് സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെളി പുരണ്ടത് കണ്ടാൽ കയ്യിലുള്ളൊരു തുണി കൊണ്ടത് തുടച്ച് വൃത്തിയാക്കി ആരാധന കഴിയുമ്പോഴത്തേക്ക് പോളിഷ് ചെയ്യും. നാളുകൾ മുന്നോട്ട് പോയി, ഒരു കൺവെൻഷൻ യോഗം അറേഞ്ച് ചെയ്തു. വില്യം ബൂത്ത് പ്രസംഗിക്കാൻ ആൾ വന്നില്ല. ദൈവത്തോട് ചോദിച്ചു, എന്ത് ചെയ്യണം കർത്താവേ? തമ്പുരാൻ പറഞ്ഞു, എനിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല, ചെരുപ്പ് സൂക്ഷിക്കുന്ന ഒരുത്തം പുറയിലുണ്ട്, അവനെ വിളിച്ചാൽ മതി. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ഇതുവരെ ഒരു അവസരം സഭയെ പോലും കൊടുത്തിട്ടില്ല,
ആ പുസ്തകത്തിനകത്ത് ഈസ് മൈ ചോസൺ വെസൽ. ഉള്ളിലെ ചിന്തയാകട്ടോ. ചരിത്രം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം പോയി വിളിച്ചു. അവിടെ നിന്ന് വേദപുസ്തകവുമായിട്ട് ആളുകൾ ഇരിക്കുന്നതിന്റെ നടുവിൽ കൂടെ സാമുവേൽ ബ്രിങ്കിൾ നടന്നു വരുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ജനത്തിന്റെ മേൽ വന്നു. ഈവൻ ബിഫോർ ഹി ഓപ്പൺഡ് ഹിസ് മൗത്ത്. കാരണം എന്നാണെന്നറിയാമോ? എളിമപ്പെടുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. വിശ്വാസം ആഴമായി നമ്മുടെ ഉള്ളിൽ ചലിക്കണമെന്നുണ്ടെങ്കിൽ, പ്രാവർത്തികമാകണമെങ്കിൽ we need to be humble. അപ്പോൾ വിശ്വാസം ഏത് തരത്തിലുള്ള വിശ്വാസമാണ്? ഓപ്പർച്യൂണിറ്റി, അവസരം ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, ആ ദൈവദാസൻ വിനയപ്പെട്ടു. മൂന്നാമതായി നാം കാണുന്നു പെർസിവിയറിംഗ് ഫെയ്ത്ത്, മടുത്തു പോകാത്ത വിശ്വാസം. അവൻ നിലവിളിച്ചു എന്നാ പറയുന്നത്. അപ്പോൾ കേട്ടു നിന്നവർ പറഞ്ഞു അവനോട് മിണ്ടാതിരിക്കാൻ, ശാസിച്ചു തുടങ്ങി. അതിനകത്തോടെ ഒരു ചിന്ത എന്നെ ഭരിച്ചു. യേശുവിനെ കുറിച്ച് കേട്ടത് അവൻ സ്വീകരിച്ചു, മിണ്ടാതിരിക്കാൻ പറഞ്ഞത് സ്വീകരിച്ചുമില്ല. ഞാൻ ചിന്തിച്ചു നോക്കിയിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. യേശുവിനെ കുറിച്ച് പറഞ്ഞതും പുരുഷാരമാണ്, മിണ്ടാതിരിക്കാൻ പറഞ്ഞതും പുരുഷാരമാണ്. എന്നാൽ യേശുവിനെ കുറിച്ച് പറഞ്ഞത് സ്വീകരിച്ചു, മിണ്ടാതിരിക്കാൻ പറഞ്ഞത് സ്വീകരിച്ചില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ദൈവത്തിന്റെ കൃപ ആ ഹൃദയത്തിനകത്തോട്ട് ഓപ്പറേറ്റ് ചെയ്തപ്പോൾ സ്വീകരിക്കേണ്ടത് എന്താണ്, സ്വീകരിക്കേണ്ടത് എന്തല്ല എന്ന് ഈ സാധുവായ ബർത്തിമായുടെ ഹൃദയത്തിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ആളുകൾ എന്തെല്ലാം പറഞ്ഞിട്ടും മടുത്തു പോകാതെ അവൻ നിലവിളിച്ചു. അതാണല്ലോ വാസ്തവത്തിലുള്ള വിശ്വാസം. ഇല്ലയോ? ഒരു കനാന്യ സ്ത്രീ യേശുവിന്റെ പിന്നാലെ നടന്ന്, എന്റെ മകൾക്ക് നീ സൗഖ്യം കൊടുക്കണം, കണ്ടിന്യൂഡ് എന്നാ പറയുന്നത്. രക്തസ്രാവമുള്ള സ്ത്രീ ആളുകളുടെ ഇടയിൽ കൂടെ കടന്നു എന്ന് കർത്താവിന്റെ വസ്ത്രം ഒന്ന് തൊടാൻ അവൾ ആഗ്രഹിച്ചു. പെർസിവിയർ. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് താഴ്മയുള്ള ഹൃദയത്തിൽ എന്ന് മാത്രമല്ല, അവസരം ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല, വിശ്വാസം എന്ന് പറയുന്നത് മടുത്തു പോകാതെ കർത്താവിന്റെ പിന്നാലെ തിരിക്കുന്നതാണ്. ഒരു കാഷ്വൽ എഫേർട്ട് അല്ല. കർത്താവെ, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. യാക്കോബിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ. നമ്മുടെ ചിന്താവിഷയം അബണ്ടന്റ് ക്രിസ്ത്യൻ ലൈഫ് അനുഭവിക്കുക എന്നുള്ളതാണല്ലോ. ഇല്ലയോ? ജീവിതത്തിൽ സമൃദ്ധിയായി ദൈവം ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആ മെയിൻ സ്ട്രീമിലേക്കുള്ള ലൈഫിലേക്ക് വരിക എന്നുള്ളതാണ്. ആത്മീക അനുഭവത്തിൽ നിറഞ്ഞു ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിശ്വാസിയിലും ദൈവം തമ്പുരാൻ നമുക്ക് വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മടി കൂടാതെ, മടുപ്പ് കൂടാതെ ആവശ്യപ്പെട്ട് പിന്നാലെ പോകുന്ന ഒരു ആഗ്രഹം ഉള്ളിലുണ്ടാകും. യാക്കോബ് പറഞ്ഞതുപോലെ എന്നെ അനുഗ്രഹിച്ചല്ലാതെ. പലതും നമുക്ക് ലഭിക്കാത്തതിന്റെ കാരണം എന്നാണെന്നറിയാമോ? വി ഡോണ്ട് റിയലി സീക്ക് ഇറ്റ്. ഹൃദയത്തിന്റെ അകത്ത് നിന്ന് കർത്താവെ, ഈ അനുഭവം എനിക്ക് തന്നല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് ഉള്ളത്തിൽ പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഭർത്യമായി പറഞ്ഞു, അൺലെസ് ഐ ഗെറ്റ് ദ സൈറ്റ് ഐ വിൽ നോട്ട് സ്റ്റോപ്പ് മൈ ക്രൈ. അവൻ നിലവിളിച്ചു. ഫെയ്ത്ത് ദാറ്റ് പെർസിവിയർഡ്. 4, ഫെയ്ത്ത് ദാറ്റ് yielded. കീഴ്പ്പെട്ട വിശ്വാസം. കർത്താവ് അവനെ വിളിപ്പിച്ചു. വളരെ ശ്രദ്ധേയമാണ്. കർത്താവ് അവന്റെ ശബ്ദം കേട്ടു, അവിടെ നിന്നു, ആൾ വിട്ട് വിളിപ്പിച്ചു. വിളിപ്പിച്ചടുത്ത് വന്നപ്പോൾ അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് നീ ഇച്ഛിക്കുന്നു? 51-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഉടനെ ഉപയോഗിക്കുന്ന ഒരു വാചകമുണ്ട്. ഇവിടെ നസ്രായനായ യേശുവെ ദാവീദ് പുത്ര എന്നല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. റബ്ബൂനി. ഇതിന്റെ അർത്ഥം മൈ മാസ്റ്റർ എന്നാ കേട്ടോ, എന്റെ യജമാനനെ എന്ന്. ഒരു സാധാരണ വാക്കല്ലല്ലോ. യജമാനനേന്നുമല്ല. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലോർഡ്, മൈ ലോർഡ്. അപ്പോൾ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ വരുന്ന ചേഞ്ച് നോക്കിക്കേ. ആഗ്രഹിച്ചു, വിശ്വസിച്ചു, അതിനുവേണ്ടി കൊതിച്ചു. കർത്താവ് അതിന് അവസരം ഒരുക്കിയപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, നീ യജമാനനല്ല, നീ എന്റെ യജമാനൻ.
ആ ഈൽഡ് ചെയ്യുന്ന അനുഭവം, ദൈവത്തിന്റെ കൃപയിലേക്കും ദൈവത്തിന്റെ ശക്തിയിലേക്കും ദൈവ അനുഗ്രഹത്തിന്റെ സമൃദ്ധിയിലേക്കും ഒരു വിശ്വാസി കടന്നു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വഴിയിൽ കൂടെ അല്ലാതെ നമുക്ക് ലഭിക്കത്തില്ല. ഇഫ് യു വാണ്ട് അബണ്ടന്റ് ക്രിസ്ത്യൻ ലൈഫ്, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ സമൃദ്ധിയായ ഒരു ക്രിസ്തീയ ജീവിതം ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിന് കീഴ്പ്പെടുന്ന ഒരു അനുഭവം. കീഴ്പ്പെട്ടു എന്നുള്ളൊരു തെളിവുണ്ട്. വിളിക്കുന്ന ഉടനെ അവൻ എഴുന്നേറ്റു. അനുസരണം ഉടനെയായിരുന്നു. അത് തന്നെ ഇമ്മീഡിയറ്റ് ഒബീഡിയൻസ് ഷോസ് ദാറ്റ് ഹി yielded. അല്ലെങ്കിൽ ഒരല്പം നിൽക്കുമല്ലോ. ആധുനിക വിശ്വാസിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അനുസരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എത്രയും സ്ലോ ആയിട്ട് അനുസരിക്കാമോ അത്രയും സ്ലോ ആയിട്ടേ അനുസരിക്കത്തുള്ളൂ. കാരണം ഹൃദയത്തിനകത്തുനിന്ന് അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ടില്ല. ഈ മനുഷ്യനെ വിളിച്ചപ്പോൾ അന്നേരെ ചാടി എഴുന്നേറ്റെന്നാ പറഞ്ഞു. ചാടി എഴുന്നേറ്റു, പുതപ്പെറിഞ്ഞു കളഞ്ഞു. പലസ്തീനിൽ പുതപ്പ് ഒരു മനുഷ്യന്റെ വസ്ത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തണുപ്പുള്ള രാജ്യത്തൊക്കെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതവൻ എറിഞ്ഞു. നിശ്ചയമായും അവൻ ഭിക്ഷയാചിക്കുന്ന പാത്രവും അവിടെ ഇട്ടു. കർത്താവിനോടുള്ള ബന്ധത്തിൽ എറിഞ്ഞു കളയാൻ മനസ്സില്ലാത്തതൊന്നുമില്ല. വില്ലിംഗ് ടു ത്രോ അവേ എവറിത്തിങ്. നമ്മുടെ ഹൃദയത്തിൽ എന്തുമാത്രം ആഗ്രഹം ഉണ്ടെന്നറിയോ? ചുറ്റുപാടുമൊക്കെ നമുക്ക് ഐ വിഷ് ഐ കുഡ് ബി ലൈക്ക് ദാറ്റ്. അതുപോലൊരു ജീവിതം ഉണ്ടായിരുന്നു, അല്ലായിരുന്നു. കർത്താവ്, ഈ അനുഭവം എന്നിലേക്ക് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു, ഈ കൃപ എനിക്ക് അനുഭവിച്ചാൽ കൊള്ളായിരുന്നു, ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് എനിക്ക് വേണം ദൈവമേ. പക്ഷെ ഈൽഡ് ചെയ്യാനുള്ള ഭാഗം വരുമ്പോൾ നാം ഈൽഡ് ചെയ്യത്തില്ല. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം കർത്താവായി തീരണം. He must become the Lord of our life. ഇപ്പോൾ മറ്റുള്ളവരുടെ സാക്ഷ്യമല്ല താൻ പറയുന്നത്. മറ്റുള്ളവർ കർത്താവിനെ കുറിച്ച് പറഞ്ഞതല്ല ഇപ്പോൾ ബർത്തിമായിക്ക് പറയാനുള്ളത്. തന്റെ സാക്ഷ്യം പറഞ്ഞത്, എന്റെ യജമാനൻ, എന്റെ കർത്താവ്. ദൈവത്തിന്റെ കരത്തിലോട്ട് മുഴുവനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരനുഭവം. Lord, you are not only the Messiah, you are my Lord. ഈ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ചിലരൊക്കെ ഈ വിഷ് ചെയ്ത് ആഗ്രഹിച്ചു പോകും. മേടിക്കാൻ കൈ പൈസ ഒന്നും ഇല്ല, പക്ഷെ ഇങ്ങനെ ഇതിനകത്തൂടൊക്കെ കാറ്റലോഗിനകത്ത് നോക്കിയും വിഷ് ചെയ്യുന്നവർ, ആഗ്രഹിക്കുന്നവർ ഒരുപാടുണ്ട്. ദൈവരാജ്യ അനുഭവത്തിലും ഇങ്ങനെ ഈ വിഷ് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. കൺവെൻഷന് വരുമ്പോഴേ, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ വരുമ്പോൾ, ബൈബിൾ സ്റ്റഡിയൊക്കെ വരുന്ന ഉടനെ ഈ ലോഗ് ബുക്ക് ഒന്ന്, കാറ്റലോഗ് ഒന്ന് തിരിച്ച് ക്രിസ്തീയ ജീവിതത്തിന്റെ നല്ല മനോഹരം, കാറ്റലോഗിനകത്തൊക്കെ എന്തെല്ലാം തരത്തിലുള്ളത് കാണാം. ഓ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഐ വിഷ് ഐ കുഡ് ഹാവ് ഇറ്റ്. വിഷ് ബുക്ക്. എനിക്ക് തോന്നുന്ന ഈ ഇന്റർനെറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴേ വിഷ് ചെയ്യുന്ന, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇടാവുന്ന ഒരു ബോക്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മുഴുവൻ മേടിക്കണമെന്നില്ല, ആ ബോക്സിനകത്തോട്ട് ഇടും. നമ്മുടെ വിശ്വാസികളിൽ നല്ല ശതമാനം ആളുകൾ എന്നാന്നറിയാമോ? കർത്താവേ, that kind of a life എനിക്ക് വേണം 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 വേണം. കർത്താവ് വിളിക്കുമ്പോൾ എഴുന്നേൽക്കത്തില്ല, കയ്യിലിരിക്കുന്ന പുതപ്പ് എറിയത്തില്ല, അടുത്തു വരാൻ നമുക്ക് മനസ്സില്ല. ബർത്തിമായിക്ക് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു. Because Jesus became the Lord of his life. ഹൂസ്റ്റൺ പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ ഒരു കഥ ഉപയോഗിച്ചു. ഒരു ചെറുപ്പക്കാരൻ ഒരു യങ് പീപ്പിളിന്റെ മീറ്റിങ്ങിന് പോയി. അവിടെ ഒരു ദൈവദാസൻ നല്ല ശക്തമായി ദൈവവചനം പ്രസംഗിച്ചു. ഈ പ്രസംഗിക്കുന്നവർക്ക് ചിലപ്പോൾ അറിയാൻ സ്പിരിറ്റ് ഇസ് മൂവിങ്. അപ്പോൾ അതേ ഓർത്ത് ഇപ്പൊ തന്നെ ഓൾട്ടർ കോൾ കൊടുക്കണം. ഉടനെ ഓൾട്ടർ കോൾ കൊടുത്തു. നല്ല കൂട്ട് സമർപ്പിച്ചു. ചിലരവിടെ ഇരുന്നു. ഒരു ചെറുപ്പക്കാരൻ്റെ ഏറ്റവും അവസാനം വന്ന് ഈ പ്രീച്ചറിനെ കണ്ടേച്ച് പറഞ്ഞു, സർ, you know, the spirit moved my heart, but I cannot eat. അവിടെ സാധാരണ പാടുന്ന പോലെ കർത്താവെ ഐ സറണ്ടർ ഓൾ ആ പാടിയത്. ഒരു വിധത്തിൽ അവൻ പരമാർത്ഥിയാ കേട്ടോ.
സമർപ്പിക്കാതെ മുമ്പോട്ട് വന്നില്ലല്ലോ, അത് തന്നെ ഒരു അനുഗ്രഹം. അവസാനം പ്രീച്ചറിന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ദ സ്പിരിറ്റ് മൂവ്ഡ് മൈ ഹാർട്ട്, ആത്മാവിന്റെ ഹൃദയത്തെ ഒന്ന് ഒരുക്കി. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഒരു കാര്യം എൻ്റെ ജീവിതത്തിലുണ്ട്, ദർ ഇസ് സംതിങ് എനിക്ക് വലിയ ഇഷ്ടമാണ്, ഐ ജസ്റ്റ് കാനോട്ട് ഈൽഡ് ടു ദ ലോർഡ്. ആ പ്രസംഗം ദൈവഭക്തനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞെ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഇത് സമർപ്പിക്കാൻ നിനക്ക് മനസ്സുണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കാം. I will pray that God will make you willing to give that up. ആ മനുഷ്യൻ അതുപോലെ ചെയ്തു. അന്ന് രാത്രി അദ്ദേഹം ചെന്ന ഉടനെ ഉറങ്ങാനൊന്നും പോയില്ല. അദ്ദേഹത്തിന്റെ മുറിയിൽ ചെന്ന് അദ്ദേഹം മുട്ടിന്മേൽ വീണു. സമർപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പക്ഷേ പ്രത്യേകം ആ സ്ട്രഗ്ലിംഗ് യങ് മാന് വേണ്ടി പ്രാർത്ഥിച്ചു. ചെറുപ്പക്കാരൻ പോയി ഡോർമെറ്ററി പോയി ഉറങ്ങാൻ നോക്കി, പക്ഷെ ഉറക്കം വരുന്നില്ല. ഉറക്കം വരാതെ വന്നപ്പോൾ അവൻ എഴുന്നേറ്റു, ഡോർമെറ്ററിയുടെ പുറത്തേക്ക് പോയി. ഒരു ചെറിയൊരു ഹില്ലിന്റെ സൈഡിലാണ് ഈ ഡോർമെറ്ററി. ആ ഹില്ലിലോട്ട് കയറി അവിടെ ചെന്നപ്പോൾ ഒരു പാറയുണ്ട്. ആ പാറയിലോട്ട് അടുത്ത് മുട്ടുകുത്തി വെച്ച് ദൈവത്തോട് മല്ലു പിടിക്കാൻ തുടങ്ങി. ഈ കുഡ് നോട്ട് സ്ലീപ്പ്, ഉറക്കത്തില്ലല്ലോ, കാരണം പ്രാർത്ഥിക്കുന്നുണ്ടൊരു മനുഷ്യൻ. നേരം വെളുക്കുന്നത് വരെ യാക്കോബ് ദൈവത്തോട് മല്ലു പിടിച്ചതുപോലെ മല്ലു പിടിച്ചു. ഈ പ്രസംഗത്തിനൊരു പ്രത്യേക പതിവുണ്ട്, രാവിലെ നടക്കാൻ പോകും. എന്നും രാവിലെ നടക്കാൻ പോകും. അപ്പോൾ അദ്ദേഹം രാവിലെ നടക്കാൻ ഇറങ്ങി കുന്നിന്റെ ചരിവ് വന്നപ്പോ ആരോ ഒരാൾ കുന്നിന്റെ മേളിൽ നിന്ന് ഓടി താഴോട്ട് വരും. ആരാന്ന് അടുത്ത് വന്നപ്പോൾ മനസ്സിലായി, ഇന്നലെ തന്നെ മീറ്റ് ചെയ്ത ആ ചെറുപ്പക്കാരനാണ്. ഇപ്പൊ കണ്ടപ്പോ മുഖം അങ്ങ് പ്രകാശിച്ചിരിക്കുക കേട്ടോ. ഫേസ് ഈസ് ഷൈനിങ്. ദൂരത്ത് വെച്ച് കണ്ടപ്പോഴേ പ്രസംഗനോട് പറഞ്ഞു, സർ, ഗോഡ് ഗോട്ട് ഇറ്റ് ഓൾ. എന്റെ ദൈവം മുഴുവൻ എടുത്തുള്ളൂ. ദൈവം മുഴുവൻ എടുത്താൽ ദൈവത്തിന്റെ മുഴുവൻ അവന് കിട്ടിയിട്ടുണ്ടെന്ന്. മുഖം പ്രകാശിച്ചെങ്കിൽ മറ്റൊന്നും കൊണ്ടല്ല. ഭർത്തിമാരുടെ വിശ്വാസം, ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുന്ന വിശ്വാസം, താഴ്മയുള്ള വിശ്വാസം, തമ്പുരാന് കീഴ്പ്പെടുന്ന വിശ്വാസം, പെർസിവിയറിംഗ് വിശ്വാസം, കീഴ്പ്പെടുന്ന വിശ്വാസം. ഞാൻ ഇന്ന് ചോദിക്കട്ടെ, എന്തെല്ലാം ആഗ്രഹ ഹൃദയത്തിലുണ്ട്? റൈറ്റ് അംബിഷൻ സ്പിരിച്വലി തന്നെ. കർത്താവെ, നല്ലതുപോലെ ജീവിക്കാൻ, നല്ലൊരു ഹസ്ബൻഡ് ആകാൻ, നല്ലൊരു ഭാര്യയാകാൻ, കൃപയോടുകൂടെ ജീവിക്കാൻ, എവിടെ പോയാലും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകാൻ, ഞാൻ ജീവിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ദൈവശക്തി പകരാൻ എൻ്റെ കർത്താവ് എനിക്ക് ആഗ്രഹമുണ്ട്. മറ്റുള്ളവരെയൊക്കെ കാണുമ്പോൾ ഹൃദയത്തിനകത്ത് വിഷ് ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ബാസ്ക്കറ്റിനകത്തോട്ട് ക്ലിക്ക് ചെയ്ത് ഇടുന്നുണ്ട്. പക്ഷെ അവസാനം ഒരു കോളമുണ്ട്, പേ എന്നൊരു കാര്യമുണ്ട്. മേക്ക് പേയ്മെന്റ്. അത് വരുമ്പോഴുണ്ടല്ലോ എക്സിറ്റ്. ഒരു മണിക്കൂർ എടുത്ത് ഷോപ്പ് ചെയ്തു. ഏതാ ധ്യാനയോഗത്തിൽ ഭംഗിയായിട്ട് ഇതെല്ലാം കണ്ടു. സത്യം അറിയാവുന്ന മാത്രമല്ല, വേണേ 10 പേർക്ക് പറഞ്ഞും കൊടുക്കും. അത് നല്ലതുപോലെ വിഷ് ലിസ്റ്റിൽ ഉണ്ടാക്കി ബാസ്ക്കറ്റിൽ ഇട്ടു. ലാസ്റ്റ് പോയിന്റ് ഈസ് മേക്ക് പേയ്മെന്റ്. അവിടെ വരുമ്പോ we escape. Close the window. ഇതിലൊക്കെ സങ്കടം എന്നാന്നറിയാമോ? നാളെ ഇത് തന്നെ ചെയ്യും. ഞാനൊരു ട്രാജഡി പറഞ്ഞോട്ടെ. ആയുസ് മുഴുവൻ ഇങ്ങനെ ഷോപ്പ് ചെയ്തേച്ച് മെയിൻ സ്ട്രീമിലേക്ക് വരാതെ ആധ്യാത്മിക ജീവിതാനുഗ്രഹത്തിന്റെ സൈഡ് റോഡിൽ ഇരുന്നേച്ച് അവസാനിച്ചാൽ സങ്കടമല്ലയോ? ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ വ്യക്തിക്ക് പോലും അത് വരല്ലേ? Enjoy the abundance and the blessing. It is costly. ഇതൊന്ന് വെള്ളം ഒഴിച്ച് പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. കാരണം ആസ്വാദികരമാകണമെങ്കിൽ അല്പം ലൈറ്റ് ആക്കണം. ഇത് കട്ടി കൂടി പോകുന്നു. പക്ഷെ ഐ കാനോട്ട് ഡു ഇറ്റ്. ഞാൻ ഇന്ന് രാത്രി ഒന്ന് പറഞ്ഞോട്ടെ, ഗോഡ് ഡിമാൻഡ്സ് ഓൾ. എന്തെങ്കിലും കുറച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാന് കിട്ടിയിട്ടില്ല.
കർത്താവ് ജീവിതത്തിന്റെ യജമാനാണ്, സമയത്തിന്റെ യജമാനാണോ? ജീവിതത്തിൽ തന്നിട്ടുള്ളതിന്റെ യജമാനാണോ? The wealth, money. Who is Lord? Is Jesus Lord? ഭർത്തിമായി കയ്യിലുള്ളതെല്ലാം വലിച്ചെറിഞ്ഞു, കർത്താവിന്റെ അടുക്കൽ ചെന്നു. ഒന്നുകൂടെ faith that confessed, ഏറ്റു പറഞ്ഞു. കർത്താവ് ചോദിച്ചു, നിനക്ക് എന്തോ വേണം? രണ്ട് കാര്യം പറഞ്ഞു. I need mercy. കർത്താവെ കരുണ തന്നാ മതി, വേറെ ഒന്നും തരണം. രണ്ടാമത് പറഞ്ഞു, എനിക്ക് കാഴ്ച വേണം. രണ്ട് കാര്യങ്ങളെ കർത്താവിനോട് പറഞ്ഞു. ഹാവ് മേഴ്സി. രണ്ടാമത് പറഞ്ഞു, ലോർഡ് ഐ നീഡ് സൈറ്റ്. ഇല്ലെന്ന് പറയാൻ എന്തൊരു പ്രയാസമാണെന്നറിയാമോ? ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെന്ന് പറയാൻ ഉടനെ ചിന്തിക്കുകയോടെ, ഇത്രയും നാളും ഭക്തിയോടെ ജീവിച്ചിട്ട് ഈ മനുഷ്യന് ഇതില്ലായിരുന്നു. We don't want to say. നമ്മുടെ ഏറ്റുപറഞ്ഞിൽ നല്ലതാണ്, പക്ഷേ സത്യസന്ധത അതിനകത്ത് വരാത്തിടത്തോളം കാലം 2 മണിക്കൂർ ഏറ്റുപറഞ്ഞാലും ഒരു പ്രയോജനമില്ല. എൻ്റെ ചിന്ത ഞാനും പറഞ്ഞോട്ടെ, പരമാർത്ഥതയോടെ അകത്തുനിന്ന് ഒരു വാക്കിൽ പറഞ്ഞു കഴിയുമ്പോൾ സ്വർഗം തുറക്കുകയും ചെയ്യും. Lord, I need sight. ഫ്രാൻസിസ് റിഡ്ലി ഹെവർഗാൾ എന്ന് പറയുന്ന മനോഹരമായ ഗാനം എഴുതുന്ന നല്ലൊരു റൈറ്ററാണ്. ഷീ റോട്ട് മെനി സോങ്സ്. ജീവിതത്തിൽ ആ സ്ത്രീയുടെ ജീവിതത്തിൽ ജയമില്ലാത്തൊരു മേഖലയുണ്ടായിരുന്നു. നേരിയ വേർ ഷീ കുഡ് നോട്ട് ഓവർകം, തന്നെ തോൽപ്പിക്കുന്ന ഏത് മേഖലയാണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട്. ആത്മാവിന്റെ കന്മഷമാണോ, ജഡത്തിന്റെ കന്മഷമാണോ എനിക്കറിഞ്ഞുകൊണ്ട്. somewhere she was struggling for victory. ഒരു ദിവസം പ്രാർത്ഥിച്ച് വന്നപ്പോൾ പറഞ്ഞു, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇതുണ്ട്. അത് അവളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല, വളരെ സ്പെസിഫിക് ആയി. പ്ലീസ് ലോർഡ്. ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു, എന്ന് കണ്ട മിസ്രയീമിനെ ഇനി മേലാ കാണത്തില്ല. എപ്പോഴാണെന്നറിയാമോ? ഓണസ്റ്റായിട്ട് ഏറ്റു പറഞ്ഞു. 3 കാര്യം ഓർത്തോണം. ശുദ്ധീകരണം വേണേ തുറന്നു പറയണം, നിരപ്പ് പ്രാപിക്കണേ തുറന്നു പറയണം, യഥാസ്ഥാനപ്പെടണമെങ്കിൽ തുറന്നു പറയണം. യാക്കോബിന്റെ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ വരണമെങ്കിൽ തുറന്നു പറയണം. നല്ല വിശ്വാസം. കർത്താവിനെ കണ്ടു. 2, കർത്താവിനെ വിശ്വസിച്ചു. 3, കർത്താവ് അവനെ സൗഖ്യമാക്കി. റിസ്റ്റോർഡ്. നോക്കിക്കട്ടെ 52-ാം വാക്യം. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. ഒന്നാമത് കണ്ടു. ജീവിതം അങ്ങ് ബ്രൈറ്റായി. ഇതാണല്ലോ കർത്താവ് തൊട്ട് കഴിയുമ്പോൾ ഈ ജീവിതമേ അങ്ങ് ബ്രൈറ്റായി. എവറിത്തിങ് ഈസ് ബ്രൈറ്റർ ദാൻ ദ ഡേ ബിഫോർ. D.L. മോഡി അങ്ങനെയാ പറഞ്ഞ്. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഈ കൂടുതൽ പ്രകാശം ഉണ്ടെന്ന് തോന്നി, ഭൂമിക്ക് കൂടുതൽ മനോഹരത്വം ഉണ്ടെന്ന് തോന്നി. എവറിത്തിങ് ലുക്സ് ബ്രൈറ്റർ. ബ്ലൈൻഡ്നെസ് ഫ്രം ബ്ലൈൻഡ്നെസ് ടു സീയിങ്. ഞാനിങ്ങനെ എഴുതി വന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയി, കർത്താവിനെ ഇങ്ങനെ കൂടുതൽ അറിഞ്ഞ അനുഭവമായി കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തെ പിന്നെ ഒന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ലുക്കിംഗ് അറ്റ് യുവർ ഓൺ വൈഫ്, she becomes more precious. Your husband, your children, your surrounding. കാരണം ഇപ്പൊ നോക്കുന്നത് എങ്ങനെയാണെന്ന്, കർത്താവ് തുറന്ന കണ്ണുകൊണ്ടാണ് നോക്കുന്നത്. മാനുഷിക കണ്ണുകൊണ്ടല്ല നോക്കുന്നത്, സാധാരണ ദൃഷ്ടി കൊണ്ടല്ല നോക്കുന്നത്. കർത്താവ് തുറന്ന കണ്ണുകൊണ്ട് നോക്കുകയാണ്. See things differently. ഹൃദയത്തിനകത്തും പുറത്തും സന്തോഷം. 2, കാഴ്ച കിട്ടിയെന്ന് മാത്രമല്ല, ചേഞ്ച് ദ ലൈഫ് സ്റ്റൈൽ. ബെഗിങ് അന്ന് നിർത്തിയില്ലയോ? എൻ്റെ വിചാരം അന്ന് മുതൽ കൊടുക്കുന്നവനായിരുന്നു. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഇങ്ങനെ ഞാൻ ചിന്തിക്കുന്നു,
ഈ സൈഡിലിരിക്കുമ്പോൾ, റോഡിന്റെ സൈഡിലിരുന്ന കാലത്തെല്ലാം സന്തോഷത്തോടെ പോകുന്നവർ കാണുമ്പോൾ ഹൃദയത്തിനകത്ത് ദൈവമേ അങ്ങനെ എനിക്കൂടെ അനുഭവിക്കാൻ ഒത്തിരുന്നെങ്കിൽ. ചിലരൊക്കെ നല്ല കാര്യമൊക്കെ പറഞ്ഞ് ആനന്ദിച്ചു പോകുമ്പോൾ കർത്താവെ അതുപോലെ എനിക്കൂടെ ആകാൻ ഒത്തിരുന്നെങ്കിൽ. ജീവിതം മാറി. കർത്താവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ സന്തോഷത്തിന്റെ നിറവ്. ഫ്രം സൈഡ് ലൈൻസ് ടു ദ മെയിൻ സ്ട്രീം. മൂന്നാമത്, കാഴ്ച കിട്ടി, ശൈലി മാറി. 3, ഇപ്പൊ ഇരിപ്പല്ല, ഇപ്പൊ നടപ്പായി. ഫ്രം സ്റ്റിൽനെസ് ടു ഗോയിങ് ആൻഡ് വാക്കിംഗ്. ഇപ്പൊ കർത്താവ് ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ജീവിതത്തിന് ഒരു ഡൈനാമിക് ആക്ഷൻ വരും. അതാണല്ലോ കർത്താവുമായുള്ള ബന്ധത്തിൽ. ഇപ്പോൾ പഴയതുപോലെ ഇരിക്കുകയല്ല സൈഡിൽ. there is life. ചൈതന്യം ജീവിതത്തിൽ വരും. 4, ഉദ്ദേശമില്ലായ്മയിൽ നിന്ന് ഉദ്ദേശത്തിലേക്ക്. എന്നെ വളരെ ആകർഷിച്ച ഒരു ചിന്തയുണ്ട് അതിനകത്ത്. അവന് കാഴ്ച കിട്ടിക്കഴിഞ്ഞ ഉടനെ എന്ന് പറഞ്ഞു അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ കർത്താവിനെ അനുഗമിച്ചു. ഒരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു എങ്ങോട്ടാ പോകേണ്ടതെന്ന്. കാഴ്ച കിട്ടിയെന്നുള്ളതിന്റെ തെളിവ് എന്നാണെന്നറിയാവോ? ഇനി എങ്ങോട്ടാ പോകണ്ടേന്നുള്ള കൺഫ്യൂഷൻ ഇല്ലെന്നുള്ളതാണ്. അപ്പൊ കാഴ്ച കിട്ടിയെന്ന് പറഞ്ഞേച്ച് എങ്ങോട്ടാ പോകണ്ടേന്ന് ഉറപ്പില്ലെങ്കിൽ കാഴ്ച കിട്ടിയില്ലെന്ന് അതിന്റെ അർത്ഥം. ഭർത്തിമായിക്ക് കാഴ്ച കിട്ടി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഉറപ്പായി. ഇനി എന്റെ ജീവിതം എങ്ങോട്ടാണ് എന്ന് ഉറപ്പിച്ചു. ഫോളോ ജീസസ്. ബെസ്റ്റ് പാത്ത് ഇൻ ലൈഫ് ഈസ് ടു ഫോളോ ജീസസ്. ട്രഡീഷൻ പറയുന്നു, എഴുത്തുകാർ പറഞ്ഞാണ്, ആദ്യ നൂറ്റാണ്ടിലെ സഭയിലെ ഒരു പ്രധാന ആളായി വ്യക്തിയായി തീർന്നു ഭർത്തിമായി. ബിക്കോസ് ഹി ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. How do we know we got the sight? Depends on where we are going now. കാഴ്ച പ്രാപിച്ചു എന്നുള്ളതിന്റെ തെളിവല്ല. ഇപ്പൊ യാത്ര എങ്ങോട്ടാന്ന് ചോദിക്കാൻ മതി. കർത്താവിന്റെ പുറകെ പോവുക എന്ന് പറഞ്ഞാൽ വിൽ ടേക്ക് ദ വേ ഓഫ് സർവിങ്. ശുശ്രൂഷിക്കുന്ന വഴിയെ പോവുക എന്ന്. വിൽ ടേക്ക് ദ വേ ഓഫ് ബ്ലെസ്സിങ് അതേഴ്സ്. മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന വഴിയെ പോവുക എന്ന്. 3, വി ടേക്ക് ദ വേ ഓഫ് സാക്രിഫൈസിങ്. ത്യാഗത്തിന്റെ വഴിയാണ്. അപ്പോൾ കർത്താവ് കാഴ്ച തന്നു കഴിയുമ്പോൾ പോകുന്നതിന് ഒരു വഴി തമ്പുരാൻ തുറന്നു തന്നു. കൺഫ്യൂഷൻ ഇല്ല. ഐ എം ഗോയിങ് ടു ഫോളോ ഹിം. മിഷൻസിനെ കുറിച്ചൊന്നും പ്രത്യേകം കാഴ്ച പ്രാപിച്ചവരെ അടിച്ചേൽപ്പിക്കണ്ട. ദർശനം വേണം, ദർശനം വേണം, ദർശനം വേണം. കണ്ണു തുറന്നാൽ ദർശനം ഉണ്ടല്ലോ. കൊയ്ത്തിനായി നിലം മുളഞ്ഞിരിക്കുന്നു, തലപൊക്കി നോക്കിയാൽ മതി. കാഴ്ച വേണം. ദർശനം എവിടെ അടിച്ചേൽപ്പിക്കേണ്ടി വരുന്നതെന്നറിയാവോ? വേർ വി ഡോണ്ട് ഹാവ് ദ വിഷൻ. കർത്താവിന്റെ വേലയ്ക്കും ദൈവരാജ്യ ശുശ്രൂഷയ്ക്കും ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്കും വേണ്ടി അധ്വാനിക്കാൻ ഉള്ളിനകത്തൊരു കത്തലില്ലെങ്കിൽ, ഞാനിപ്പോ അല്പം കഠിനമായ വാക്കുകൾ പറഞ്ഞു പോകുന്നു, ക്ഷമിക്കണം. If you don't have a burning heart for the kingdom of God, I think there is something wrong with your sight, spiritual sight. ഭർത്തിമായുടെ കണ്ണ് പ്രകാശിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം അവൻ തീരുമാനിച്ചു. ഇടത്തോട്ടാന്നോ വലത്തോട്ടാന്നോ? നോ, one way. Where he is going, I am going. കർത്താവ് എങ്ങോട്ടാ പോകുന്നത് അങ്ങോട്ട് ഞാനും പോകും. ഒന്നും ചിന്തിക്കാതെ പാടുന്നൊരു പാട്ട് പറയാം. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. ചിന്തിച്ചിട്ടു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കർത്താവ് പോകുന്ന വഴിയെ കൂടെ ഈ മത്തായി ചുങ്കസ്ഥലത്തു നിന്ന് എഴുന്നേറ്റ് പോയ പോലെ പോയി കർത്താവിന്റെ പിന്നാലെ പോകൂ? കർത്താവ് എന്ത് പറഞ്ഞാലും അനുസരിക്കൂ? പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയി ചിന്തയോടെ ഞാനങ്ങ് തുറന്നു പറയാം, ഇങ്ങനെ പ്രസംഗിച്ചാൽ നാളെ ആരും വരികയില്ല. But God's word cannot be adulterated.
ഇന്ന് രാത്രി ഇവിടെ കേൾക്കുന്ന ആര് തന്നെയായിരുന്നാലും ബർത്തിമായുടെ ഹൃദയത്തിൽ വന്ന വിശ്വാസം പോലെ ഉടനടി ഓപ്പർച്യൂണിറ്റിയെ ഗ്രാബ് ചെയ്യുന്ന, വിനയപ്പെടുന്ന, തുറന്നു പറയുന്ന, കർത്താവിന്റെ പിന്നാലെ ഓടുന്ന, അനുഗ്രഹം കിട്ടുന്നത് വരെ പിന്മാറാതെ പോകുന്ന ഒരു വിശ്വാസം നമുക്കുണ്ടാകുന്നു. കണ്ണു തുറന്നാൽ രണ്ട് വഴിയല്ല, ഒരു വഴിയേ ഉള്ളൂ. കർത്താവ് എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോകും. ഡിസപ്പോയിന്റഡ് ആകണ്ട. ഇറ്റ് ഈസ് ദ ഓൺലി വേ ടു ഗ്ലോറി. ഞാനൊരു വാക്ക് ഉപയോഗിച്ചു, ഓൺലി വേ ടു ഗ്ലോറി. നിറഞ്ഞു കവിയുന്ന സമൃദ്ധിയുള്ള ആത്മീക ജീവിതം, ചൈതന്യമുള്ള ജീവിതം, ദൈവകൃപയുള്ള ജീവിതം, ശക്തിയുള്ള ജീവിതം, ആത്മീക ശക്തി തിളങ്ങുന്ന ജീവിതം. ഇരട്ടി ശക്തിയെക്കുറിച്ചും മുഖം പ്രകാശിക്കുന്നതിനെ കുറിച്ചും ഒക്കെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ ദൈവത്തിന്റെ തേജസ് വന്നിറങ്ങി ആത്മനിറവിൽ 1-ാം നൂറ്റാണ്ടിലെ സഭ ജീവിച്ചതുപോലെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ജീവിച്ചതുപോലെയുമുള്ള ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ there is only one way. Follow Jesus. Follow him. Praise the Lord. പത്രോസ് തന്നെ പറയും, it is the road to glory. വ്യഭിചാരകുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയും പറയും, എന്റെ കണ്ണ് തുറന്നു തമ്പുരാൻ. അന്ന് മുതൽ വൺ വേ. സക്കായി പറയും, ഇനി പഴയ വഴിക്കില്ല. എന്റെ ജീവിതം പഴയ വഴിയേ അല്ല. മണിയല്ല എന്റെ ജീവിതത്തിന്റെ ദൈവമാണ് എന്റെ ജീവിതത്തിൽ. പൗലോസ് അപ്പോസ്തലൻ, one way, this one thing I do. നാടുകളായി ദൈവവചനം കേൾക്കുന്ന വിശ്വാസി, ഞാൻ ചോദിക്കട്ടെ, കണ്ണ് തുറന്നിട്ടുണ്ടോ? തുറന്നെങ്കിൽ യാത്ര എങ്ങോട്ടാണ്? ഈ കർത്താവിന്റെ പിന്നാലെയാണ്. പൂർണ്ണനാണെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ, ഒരുപാട് അപാകതയുണ്ട്. പക്ഷെ സറണ്ടർ ചെയ്ത് എൻ്റെ കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ ഭൂമിയിൽ ആർക്കും കൊടുക്കാത്ത സന്തോഷം, ഒരിക്കലും ലഭിക്കാത്ത സമാധാനം, ഭാവിയെക്കുറിച്ചുള്ള ഉറപ്പും പ്രത്യാശയും എൻ്റെ ഉള്ളത്തിൽ കർത്താവ് തന്നിട്ടുണ്ട്. ഐ നോ ഇറ്റ്. കെട്ടുകഥയല്ല, ഐ നോ ഇറ്റ്. I have decided to follow Jesus. No turning back. No turning back. തലയുടെ മടക്കി കണ്ട് പ്രാർത്ഥിക്കാം. ബർത്തിമായുടെ വഴിയായി യേശു കടന്നുപോയി. യേശു പറഞ്ഞു, ബർത്തിമായി നിനക്ക് എന്ത് വേണം? ബർത്തിമായി നിലവിളിച്ചപ്പോൾ കർത്താവ് നിന്നല്ലോ. ഈ ഓഡിയൻസിന്റെ അകത്ത് എത്ര പേര്, Lord Jesus, if there is an abundant Christian life, Lord, I just don't want to be on the sidelines of spiritual life. ആത്മീക ജീവിതത്തിന്റെ പാർശ്വങ്ങളിൽ ഇരുന്ന് ജീവിതം നരകിച്ചു പോകാനല്ല, മുഖ്യധാരയിൽ തന്നെ നിൽക്കുവാൻ, മുഖ്യധാരയിൽ തന്നെ നിൽക്കാൻ, മഹത്വത്തിലേക്ക് യാത്ര ചെയ്യുന്ന നിന്റെ പിന്നാലെ വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പോകല്ലേ കടന്നെന്നെ കർത്താവേ, പ്രിയ യേശുവേ. കൃത്യമായി അങ്ങനെ പ്രാർത്ഥിച്ചു കാണും. Pass me not, O gentle Savior. Pass me not, Lord. Pass me not. Please stop. Hear my humble cry. പോകല്ലേ കടന്നെന്നെ നീ പ്രിയ യേശുവേ, മറ്റുള്ളവരെ രസിക്കുമ്പോൾ നോക്കുകനെയും യേശു നാഥ
മറ്റുള്ളവരെ നിൻ കൃപാസനത്തിന് മുമ്പിൽ നിൻ കൃപാസനത്തിന് മുമ്പിൽ വീണു കെഞ്ചുന്നേ വിശ്വാസം ക്ഷീണിക്കുമ്പോൾ നീ സഹായിക്ക യേശുനാഥ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ തന്നെ തീരുമാനമെടുക്കണം. കർത്താവെ, സൈഡ് ലൈൻസിൽ ഇരിക്കാനല്ല എൻ്റെ ആയുസ്. എൻ്റെ ജീവിതത്തിനൊരു വ്യത്യാസം. Lord, give me sight. Give me change in my lifestyle. കർത്താവെ, ഇനിയും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ജീവിക്കുകയല്ല, ആത്മീയമായി മറ്റുള്ളവർക്ക് കർത്താവ് എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരാൻ, ഞാനൊരു വഴിയെ പോയാൽ അതൊരു അനുഗ്രഹമായി തീരാൻ, എൻ്റെ ഭവനത്തിൽ താമസിക്കുമ്പോൾ കർത്താവ് എൻ്റെ ജീവിതം ഒരു അനുഗ്രഹമായി തീരാൻ നീ എൻ്റെ ജീവിതത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കർത്താവ്, നീ എൻ്റെ ജീവിതത്തിന് കാഴ്ചയും എൻ്റെ ജീവിതത്തിന് സമൃദ്ധിയും തന്നു കഴിഞ്ഞു. കർത്താവ്, ഇനിയും പോകാൻ ഒരു വഴിയേ ഉള്ളൂ. നീ ഏതുവഴി പോകുന്നു അതുവഴി തന്നെ. Where you go, I'll go, Lord. ഞങ്ങൾ ഇന്ന് രാത്രിയിൽ നിന്നെ റബ്ബൂനി എന്നൊന്ന് വിളിച്ചോട്ടെ. എൻ്റെ കർത്താവേ. ആത്മാർത്ഥമായി അത് പറഞ്ഞാൽ നാം മഹത്വത്തിലേക്കുള്ള വഴിയാത്രയിലാണ്. ഈ ഗുരുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്തിട്ടുള്ള ആർക്കും ഒരു നഷ്ടവും ഈ ലോകയാത്രയിൽ തന്നെ. ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ് and it ends in glory. Praise the Lord. കർത്താവേ, അതെനിക്ക് ഇന്ന് രാത്രി തരണമേ. എനിക്കിന്ന് രാത്രിയെ തരണമേ. വിടേണ്ടത് വിടുവാൻ, എറിയേണ്ടത് എറിയുവാൻ, നീ വിളിക്കുമ്പോൾ മുമ്പിൽ വരുവാൻ, ഉള്ളം തുറന്ന് ആവശ്യം പറയാൻ, കുറവ് തുറന്ന് സമ്മതിക്കാൻ, തെറ്റുകളെ ഏറ്റുപറയാൻ, എൻ്റെ ജീവിതത്തിൽ പോകേണ്ട സ്ഥലത്തേക്ക് പോകാൻ ഇന്ന് എനിക്ക് കൃപ തരണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവേ, സ്നേഹമുള്ള ദൈവമേ, ആത്മീകമായി പാപ്പരായി ജീവിപ്പാൻ അനുവദിക്കട്ടെ. സമൃദ്ധി നീ സ്വർഗത്തിൻ്റെ ഭണ്ഡാരത്തിൽ വെച്ച് ഞങ്ങളുടെ നേരെ നീട്ടുമ്പോൾ ദൈവകൃപ അളവില്ലാതെ തരാൻ കർത്താവേ, നിന്റെ ശ്രീഭണ്ഡാരം തുറന്നിട്ടിരിക്കുമ്പോൾ കൃപകളും വരങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും കർത്താവേ, ഒരു വിശ്വാസിക്കും ഭക്തനും വേണ്ടുന്നതെല്ലാം നീ നിറച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കർത്താവെ പാർശ്വങ്ങളിൽ ഇരുന്ന്, സൈഡ് ലൈൻസിൽ ഇരുന്ന് കർത്താവെ ജീവിച്ചു പോകുന്നത് ഞങ്ങളോട് ക്ഷമിക്കണമേ. എഴുന്നേറ്റ് നിന്റെ പിന്നാലെ വരുവാൻ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണം. ജീവിതശൈലി മാറ്റിത്തരണം കർത്താവെ. ഞങ്ങളുടെ ഉള്ളത്തെ ഒന്ന് നിറയ്ക്കണേ കർത്താവെ. ഇനിയും കൺഫ്യൂഷൻ ഇല്ലാതെ നിന്റെ പിന്നാലെ യാത്ര ചെയ്യും ഞങ്ങൾക്ക് കൃപ തരണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. തുടർന്നുള്ള ദിവസവും കൂടിയിരിക്കണം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ.